കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ റാഗിംഗ് എന്നൊരു വാർത്തയാണ്. 11 MBBS വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് കൂടി അറിയാൻ കഴിയുന്നു. കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തുവെന്നായിരുന്നു പരാതി. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭി, വെരി ഗുഡ് മോർണിംഗ്. വാർത്ത അത്ര ശുഭകരമല്ല, എന്നാൽ പോലും എന്താണ് ഇവരുടെ പരാതി? ഏത് തരത്തിലുള്ള റാഗിംഗ് ആണ് അവിടെ നടന്നത്? എന്തായാലും അധികൃതർ നടപടി സ്വീകരിച്ചു എന്നതിൽ സന്തോഷമുണ്ട്. ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ മാസം നടന്ന സംഭവമാണിത്. മെഡിക്കൽ കോളേജിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ ഹോസ്റ്റലിനകത്ത് വെച്ച് റാഗ് ചെയ്തു എന്നുള്ളതാണ് ഉയർന്ന പരാതി. അത് മാനസികമായും ശാരീരികമായും ഇവർക്ക് ഇത്തരത്തിൽ റാഗിംഗ് ഏൽക്കേണ്ടി വന്നു എന്നുള്ളത് ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഈ സംഭവം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലുടെ ശ്രദ്ധയിൽപ്പെടുന്നു. തുടർന്ന് ഒരു സമിതിയെ പ്രിൻസിപ്പൽ വയ്ക്കുകയാണ്. ഈ 5 അംഗ സമിതി ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത്. റാഗ് ചെയ്തു എന്ന് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 11 MBBS വിദ്യാർത്ഥികളെ 11 രണ്ടാം വർഷ MBBS വിദ്യാർത്ഥികളെ നിലവിൽ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കോളേജിൽ ഇന്ന് ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടാതെ ഈ സമിതിയുടെ റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കൂടുതൽ നടപടി, അതായത് കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് മെഡിക്കൽ കോളേജ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാനായി കഴിയുന്ന കാര്യം. ഏതായാലും ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, അത്ര ശുഭകരമായ കാര്യമല്ല. മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഇത്തരത്തിൽ MBBS വിദ്യാർത്ഥികൾ ഇങ്ങനെ ഈ ഒരു റാഗിങ്ങിൽ ഏർപ്പെട്ടത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും റാഗിംഗ്, അതിനെതിരെ നടപടി ഉണ്ടാകുന്നുണ്ട് എന്നറിയുന്നില്ല.